ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 12-ാം വാക്യത്തിൽ, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ, മടങ്ങി വരിക എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിനെ കൊണ്ട് ദൈവം ബാബിലോണിലും അശൂരിലും ചിതറിക്കിടക്കുന്ന അടിമകളായ ഇസ്രായേലിനോട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ പറയുകയാണ്. എത്ര അകന്നു പോയെങ്കിലും നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ നമ്മോട് കോപം കാണിക്കാതെ കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മനം തിരിയുന്നവരോട് കോപം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കത്തില്ല. മനം തിരിയുന്നെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും. 13-ാം വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു, പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന യഹോവയുടെ അരുളപ്പാട്. ഇപ്പോൾ ഇസ്രായേൽ മടങ്ങി വന്നിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അവർ അവരുടെ അകൃത്യത്തെക്കുറിച്ച് ദൈവത്തോട് സമ്മതിക്ക മാത്രം ചെയ്താൽ മതി. ദൈവത്തോട് സത്യസന്ധരായിരിക്കണമെന്നാണ് ദൈവം ഇസ്രായേലിനെക്കുറിച്ചും യഹൂദയെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നാഥാൻ പ്രവാചകൻ തൻ്റെ പാപം ദാവീദിനോട് അറിയിച്ചപ്പോൾ ദാവീദ് തകർന്ന ഹൃദയത്തോടെ താൻ പാപം ചെയ്തു എന്ന് സമ്മതിച്ചു. ദാവീദ് കുലപാതകവും വ്യഭിചാരവും ചെയ്തിരുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, നീയാണ് ആ മനുഷ്യൻ എന്ന്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു എന്ന്. ഒരു എക്സ്ക്യൂസും ദാവീദ് പറഞ്ഞില്ല. തൻ്റെ കുറ്റം മറ്റാരുടെ മേലും ചുമത്തിയില്ല. സത്യസന്ധനായിട്ട് താൻ ദൈവത്തോട് തൻ്റെ അകൃത്യം സമ്മതിച്ചു. അപ്പോൾ ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. എന്നാൽ നാം നമ്മുടെ പാപം സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ക്രൂശിൽ വഹിച്ചു. നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞു. നാം നമ്മുടെ പാപം സമ്മതിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് കൃപ കാണിക്കും. കാരണം പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു പാപിയാണ്, എനിക്കൊരു രക്ഷകനെ വേണം എന്ന് നാം നിലവിളിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരും. എന്നാൽ നമ്മുടെ പാപം നാം മറച്ചു വെച്ചിട്ട് അത് സമ്മതിക്കുന്നില്ലെങ്കിൽ വലിയ അപകടമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. 14-ാം വാക്യത്തിൽ, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഇവിടെ ദൈവം സഹോദരികളായ യഹൂദയോടും ഇസ്രായേലിനോടും കൂടെയാണ് സംസാരിക്കുന്നത്. അവർ എവിടെയൊക്കെ ചിതറിക്കിടന്നാലും ദൈവം തൻ്റെ അടുക്കിലേക്ക് അവരെ മടക്കി വിളിച്ചിട്ട് പറയുകയാണ്, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന്. അവരെ മടക്കി വിളിച്ചിട്ട് ദൈവം തൻ്റെ അടുക്കിലേക്ക് അവരെ മടക്കി വിളിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വിശ്വാസത്യാഗി എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് പുറകോട്ട് പോയവരാണ്. യിരെമ്യാ പ്രവാചകൻ ഇവിടെ കാണുന്ന ഈ കൂട്ടരെ നമുക്ക് ഇപ്പോഴും സഭകളിലും നമുക്ക് കാണാൻ കഴിയും, ദൈവസന്നിധിയിൽ നിന്ന് പുറകോട്ട് പോയവരെ. എന്നാൽ ഈ ജനം ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു പിതാവ് സ്നേഹത്തോടെ വിളിക്കുന്നത് പോലെയാണ് ദൈവം ഈ ജനത്തോട്
തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ പറയുന്നത്. പിന്മാറ്റക്കാരോട് ദൈവത്തിന് കോപമല്ല ഉള്ളത്. കർത്താവ് കരുണയാണ് കാണിക്കുന്നത്. തന്നെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞ ജീവനുള്ള ദൈവത്തോട് വിശ്വാസവഞ്ചന കാണിച്ച യഹൂദയോടും ഇസ്രായേലിനോടും വീണ്ടും തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാനാണ് ദൈവം പറയുന്നത്. തൻ്റെ ജനത്തെ വീണ്ടും ദൈവം മടങ്ങി വരാൻ നിർബന്ധിക്കുകയാണ്. അവിശ്വസ്തയായ ഭാര്യയെ വീണ്ടും ചേർത്ത് പിടിക്കുന്ന ഭർത്താവാണ് നമ്മുടെ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ കർത്താവെ, ഞങ്ങൾ എത്ര അങ്ങിൽ നിന്ന് മാറിപ്പോയാലും കർത്താവെ വീണ്ടും ഞങ്ങളോട് കരുണയോടെ ഞങ്ങളെ കാത്തിരിക്കുന്ന ദൈവമാകയാൽ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ അകൃത്യം ഞങ്ങളൊന്ന് സമ്മതിച്ചാൽ മാത്രം മതിയല്ലോ കർത്താവെ. യേശുവെ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുമല്ലോ കർത്താവെ. യേശുവെ, അങ്ങയുടെ സ്നേഹം എത്ര വലുതാ കർത്താവെ. അങ്ങയെപ്പോലൊരു ദൈവം വേറെ ഇല്ല കർത്താവെ. യേശുവെ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.